കേരള ബി.ജെ.പി ഘടകത്തിന് പുതിയ നേതാക്കൾ എത്തുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് പകരം അവിടെ ശോഭാ സുരേന്ദ്രൻ എത്തും എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. അതായത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രന്റെ പ്രകടനം മോശമായാൽ അത് മോശമാകും എന്നുറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ആ പദവിയിലേക്ക്, അധ്യക്ഷ പദവിയിലേക്ക് എത്താൻ പോകുന്നത് ശോഭാ സുരേന്ദ്രനായിരിക്കും. കേന്ദ്രം തയ്യാറാക്കിയ പട്ടികയിലെ 1-ാം സ്ഥാനത്തുള്ളത് ശോഭാ സുരേന്ദ്രനാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. കഴിഞ്ഞ കുറേ കാലമായി നേതൃത്വവുമായി കടുത്ത പ്രശ്നത്തിലായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ കെ സുരേന്ദ്രനെ മാറ്റിക്കൊണ്ട് അവിടെ ശോഭയെ കൊണ്ടുവന്നാൽ നന്നാകും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ബി.ജെ.പി എത്തിയിരിക്കുന്നത്. ബി.ജെ.പിയിൽ എപ്പോഴും ശക്തരായ ഒരു വിമത വിഭാഗം ഉണ്ടാകും. ആ വിമത വിഭാഗമാണ് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു എനർജി കൊടുക്കുക എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് കുമ്മനം രാജശേഖരന്റെ പഴയ തന്ത്രങ്ങളാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റണം എന്ന് പറഞ്ഞ ശേഷം പിന്നീട് കെ സുരേന്ദ്രനെ നിയമിക്കുകയും കെ സുരേന്ദ്രൻ ഇരിക്കുന്ന സമയത്ത് ഒരു തീ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയെങ്കിൽ പോലും തീ പോയിട്ട് ഒരു കനൽ പോലും എങ്ങും എരിയാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അവിടെ ശോഭയെ കൊണ്ടുവന്നാൽ മതി എന്ന തീരുമാനം ആ വിമത ഗ്രൂപ്പ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന ലോക്സഭയ്ക്ക് ശേഷം വമ്പൻ അഴിച്ചുപണിയായിരിക്കും ബി.ജെ.പിയുടെ കേരള ഘടകത്തിൽ നടക്കാൻ പോകുന്നത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിത എത്തുന്നത്. വനിതാ പ്രാധാന്യത്തോടു കൂടി ശോഭയെ ഇവിടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം നടപ്പിലാക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് കെ സുരേന്ദ്രന്റെ അവസ്ഥ എന്താകും എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. നേരത്തെ ആയിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഒരു ഗവർണർ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ മാറ്റിയിരുത്താമായിരുന്നു, ശ്രീധരൻപിള്ളയെ മാറ്റിയതുപോലെ. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ ദേശീയ നേതൃത്വത്തിന്റെ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് മാറ്റിയിരുത്താനുള്ള ശ്രമങ്ങളായിരിക്കും ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. അങ്ങനെയാണെങ്കിൽ ഇവിടെ സുരേന്ദ്രൻ യുഗം അവസാനിക്കാനുള്ള സാധ്യതയാണ് കേരളത്തിൽ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ പട്ടികയിലെ 2-ാം പേരുകാരൻ എം.ടി. രമേശാണ്. അതുകൊണ്ട് തന്നെ രമേശിന് എത്രത്തോളം സാധ്യതയുണ്ട് ഈ പട്ടികയിൽ 2-ാം സ്ഥാനത്ത് ഇരിക്കുന്ന എം.ടി. രമേശാണ്. അതുകൊണ്ട് രമേശിന് എത്രത്തോളം സാധ്യതയുണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്ന ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പോലും നിലവിലെ അവസ്ഥയിൽ ഒരു വനിതയ്ക്ക് പ്രാധാന്യം കൊടുക്കാം എന്നുള്ള രീതിയിലേക്കാണ് തീരുമാനം വരുന്നതെങ്കിൽ, അത്തരത്തിലാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ ബി.ജെ.പി ഘടകത്തിലേക്ക് എത്തും, അധ്യക്ഷയായി തുടരും എന്നുള്ള കാര്യമാണ് വരുന്നത്. എത്രത്തോളം ശോഭയ്ക്ക് മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന ചോദ്യമാണ്. നേരത്തെ ചാനൽ ചർച്ചകളിലൊക്കെ ശോഭയുടെ തീപ്പൊരി പ്രസംഗവും ഇല്ലെങ്കിൽ അത്തരത്തിലുള്ളതൊക്കെ തന്നെ പിന്നീട് ട്രോൾ ആയിട്ടുണ്ട്. എന്നാലും ആ സമയത്ത് ബി.ജെ.പി പ്രവർത്തകർക്കിടയിൽ വലിയൊരു ആരോപണം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിലയിരുത്തലൊക്കെ തന്നെയാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ ശോഭയെ പുതിയ സംസ്ഥാന അധ്യക്ഷയാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കെ സുരേന്ദ്രനെ മാറ്റിയാൽ അത് രാഷ്ട്രീയപരമായി പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് ശേഷം ആ തോൽവിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് സുരേന്ദ്രനെ മാറ്റാമെന്നും ആ മാറ്റിയ പോസ്റ്റിലേക്കാണ് പിന്നീട് ശോഭയെ കൊണ്ടുവരാൻ ഇപ്പോൾ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത്. ഉടനെ തന്നെ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന പൂർണ്ണ ബോധ്യം ഇവിടെ കെ സുരേന്ദ്രനുണ്ട്. അത് അദ്ദേഹത്തിന്റെ പാർട്ടി നടത്തിയ സർവേകളിൽ തന്നെ അക്കാര്യം വ്യക്തവുമായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ രക്ഷയില്ല എന്ന് ബോധ്യമുള്ള കെ സുരേന്ദ്രൻ കേന്ദ്രത്തിലേക്ക് പോകാനുള്ള തീരുമാനമാണ്. കേന്ദ്രത്തിൽ ഏതെങ്കിലും ഒരു പദവി കൊടുത്ത്, അതായത് പാർട്ടി പദവി കൊടുത്ത് അദ്ദേഹത്തെ ഒരു മൂലക്കിരുത്താനുള്ള പരിപാടിയാണ് നടക്കുന്നത്. ഇനി ഗവർണർമാർ ഒഴിയുന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഇദ്ദേഹത്തെ പരിഗണിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. നേരത്തെ അദ്ദേഹത്തെ മന്ത്രിയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി പദവിയിലേക്ക് അദ്ദേഹം എത്തും എന്ന കാര്യത്തിൽ സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ പോലും അദ്ദേഹത്തിന് അതിലേക്ക് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. മാത്രമല്ല രാജ്യസഭയിലേക്ക് നോമിനേറ്റഡ് എംപിമാർ വരുന്ന സമയം കൂടിയാണ്. ഉടനെ തന്നെ കുറച്ച് എംപിമാരെ അവർ നോമിനേറ്റഡ് എംപിമാരായിട്ട് രാജ്യസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പട്ടികയിലും കെ സുരേന്ദ്രന്റെ പേരില്ല എന്ന് പറയുമ്പോൾ ശോഭയുടെ ചില തന്ത്രങ്ങൾ അത് കൃത്യമായി ഇവിടെ ഫലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ സംസ്ഥാന ഉപാധ്യക്ഷ പദവി ഉണ്ട് ശോഭയ്ക്ക്. ഒപ്പം തന്നെ കഴിഞ്ഞ 3 വർഷമായി സംഘടനാ ചുമതലകളിൽ നിന്ന് മാറി നിന്ന ശോഭയെ ഇപ്പോൾ ബി.ജെ.പിയുടെ കോഴിക്കോട് ജില്ലയിൽ ചുമതലയുള്ള ഒരു പ്രഭാരിയായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണം സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൂടി ഇപ്പോൾ ശോഭയെ എത്തിക്കുകയാണ്. അത് എന്ത് മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുക എന്നുള്ള കാര്യം നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ശോഭ വന്നാൽ മുഖം മാറും എന്ന് ചിന്തിക്കുന്ന സംസ്ഥാനവും കേന്ദ്രവും ഒക്കെ തന്നെ എത്തരത്തിലാണ് ആ മാറ്റം കൊണ്ടുവരാൻ കഴിയുക എന്ന ചോദ്യം മുന്നിൽ വെക്കുന്നുണ്ട്. പക്ഷേ മാറ്റം ഉണ്ടാകുമെന്ന് ശോഭ പറയുന്നു, ഉണ്ടാകണമെന്ന് അണികളും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കേരളമാണ്, ഇവിടെ ബി.ജെ.പിക്ക് എത്രത്തോളം വളരാൻ കഴിയും എന്നുള്ള കാര്യമൊക്കെ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ കേരളത്തിന്റെ അടുത്ത ബി.ജെ.പിയുടെ അധ്യക്ഷയായി ഉടനെ തന്നെ സ്ഥാനം ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട.